അതായത് ഒരു ഗവൺമെന്റ് നിങ്ങളുടെ ഫാമിലിക്ക് 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് ഓഫർ ചെയ്യുമ്പോൾ നിങ്ങൾ റിജക്ട് ചെയ്യും? ഇല്ല, ആക്സെപ്റ്റ് ചെയ്യും അല്ലെ? ഒബ്വിയസ്ലി അത് നിങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കുമാണ് 25 ലക്ഷം രൂപയുടെ പാക്കേജ്. പെർഫെക്റ്റ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുടുംബങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 77,16,370 ആണ്. കഴിഞ്ഞ വർഷം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് 10 ലക്ഷത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഞാൻ അടയ്ക്കേണ്ടി വന്ന തുക എന്ന് പറയുന്നത് 8,000 രൂപയാണ്. അപ്പൊ ഒബ്വിയസ്ലി 25 ലക്ഷം രൂപയ്ക്ക് മിനിമം ഒരു 10,000 രൂപ അടയ്ക്കണ്ടേ? അങ്ങനെ വരുമ്പോൾ വർഷം ഗവൺമെന്റ് ഈ ഒരു സ്കീമിന് വേണ്ടി മാത്രം 77,16,370 ഇൻറ്റു 10,000 രൂപ, അതായത് 7 കോടിയോളം രൂപ ബഡ്ജറ്റിൽ നിന്ന് വകയിരുത്തണം. അതായത് നമ്മുടെ ഹെൽത്ത് വെൽഫെയർ സോഷ്യൽ വെൽഫെയർ സ്കീമുകളിലേക്ക് മാറ്റിവെക്കുന്ന തുകയിൽ നിന്ന് 70% തുക ഇതിനായി മാത്രം മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ. പ്രാക്ടിക്കൽ ആണോ അത്? ഇനി അടുത്തത് ഇന്ദിരാ ഗ്യാരണ്ടി നമ്പർ 2, ക്ഷേമ പെൻഷൻ 3,000 രൂപയായി വർദ്ധിപ്പിക്കും. ഈ ക്ഷേമ പെൻഷന്റെ ചരിത്രം ഒന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2006 120 രൂപയായിരുന്നു. പിന്നീട് BS സർക്കാർ വന്നപ്പോൾ അത് 500 രൂപയായി ഉയർത്തി. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ 100 രൂപ ഉയർത്തിയിട്ട് 600 രൂപയാക്കി. പിന്നീട് വന്ന പിണറായി സർക്കാർ 1000 ആക്കി, 1,600 ആക്കി. ഇപ്പോഴിതാ 2000-ൽ എത്തി നിൽക്കുന്നു. 2017 സ്വരാജ് സാർ നിയമസഭയിൽ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് സാറിന്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയുണ്ടായി. അതായത് ഇതുവരെ സർക്കാർ എത്ര മാസത്തെ കുടിശ്ശികയാണ് കൊടുത്തു തീർത്തതെന്ന്, അല്ലെങ്കിൽ എത്ര രൂപയാണ്. അന്ന് തോമസ് ഐസക് സാർ പറഞ്ഞത് 34,000 കോടി രൂപയുടെ കുടിശ്ശികയുണ്ടായിരുന്നു മുൻ സർക്കാരിൻ്റെത്. അത് കൊടുത്തു തീർത്തു. 18 മാസം, 12 മാസം, 6 മാസത്തോളമായിട്ട് പെൻഷൻ കിട്ടാത്ത ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അന്ന് 600 രൂപ 32 ലക്ഷം പേർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ് ഇന്ന് നമ്മുടെ അടുത്ത് 3,000 രൂപ 62 ലക്ഷം പേർക്ക് വിതരണം ചെയ്യുമെന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ ആണോ? വിശ്വസിക്കാൻ പറ്റുമോ? അടുത്തത് ഇന്ദിരാ ഗ്യാരണ്ടി നമ്പർ 3, സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്ക്. KSRTC ബസ് യാത്ര ഫ്രീ ബൈ കേട്ടോ. 2015 ആം ആദ്മി പാർട്ടി ആദ്യമായിട്ട് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാഗ്ദാനങ്ങൾ കൊടുത്തപ്പോൾ അന്ന് ഇവര് ചില നേതാക്കന്മാരുടെ ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. അത് നീക്കി വെക്കാം കേട്ടോ, കാലം മാറി. അങ്ങനെ ഇനി കോൺഗ്രസ് മുൻപ് നടപ്പിലാക്കിയ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? കർണാടക, തെലുങ്കാന. കർണാടകയിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കർണാടകയിൽ ആദ്യം മൊത്തം സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്രയായിരുന്നു. പിന്നീട് നഷ്ടത്തിലായപ്പോൾ ചെറിയൊരു മാറ്റം വരുത്തി. ക്രീമി ലെയർ, നോൺ ക്രീമി ലെയർ ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നു. ബിലോ പോവർട്ടി ലൈനിലുള്ള സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര എന്നാക്കി. അതിനായിട്ടൊരു പ്രത്യേക കാർഡ് അവര് സൂക്ഷിക്കണം. പിന്നെ രണ്ടാമതൊരു ചേഞ്ചും കൂടി വരുത്തി. പുരുഷന്മാരുടെ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചു. ഇനി തെലുങ്കാനയിൽ എന്താ സംഭവിച്ചത്? ഇംപ്ലിമെന്റ് ആയിട്ടില്ല. ഇനി ഇതൊക്കെ കൊണ്ട് ഇത്രയും പ്രായോഗികമായിട്ടുള്ള അറിവ് വെച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇത് നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. ഇനി കേരളത്തിലെ ചരിത്രം ഒന്ന് പരിശോധിച്ചാലോ? 2013-14 കാലഘട്ടത്തില് ആര്യാടൻ മുഹമ്മദ് സാറ് നിയമസഭയിലും അതുപോലെ തന്നെ സുപ്രീം കോടതി ഒരു ഹർജിയിലും കൂടി ഇത് പറയുകയുണ്ടായി. KSRTC വളരെയധികം നഷ്ടത്തിലാണ്, നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന സ്ഥലത്ത് നിന്നാണ് കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് ഈ നിലയിലേക്ക് KSRTCയെ മാറ്റിയത്. 4ാമത്തെ ഇന്ദിരാ ഗ്യാരണ്ടിയാണ് പെൺകുട്ടികൾക്ക്, കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ഫ്രീ മാസം 1000 രൂപ കൊടുക്കുമെന്നുള്ളത്. ഇതേ സെയിം സാധനം സർക്കാർ ഓൾറെഡി നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതും എന്നാൽ അവരുടെ സ്കിൽ അനുസരിച്ച് സ്കോളർഷിപ്പ് പോലെ അവർക്ക് ഒരു അംഗീകാരം പോലെ കൊടുക്കുന്നതും രണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ഇന്ദിരാ ഗ്യാരണ്ടി നമ്പർ 5, അതായത് യുവാക്കൾക്ക്, യുവതികൾക്ക് പലിശരഹിത ലോണുകൾ 5 ലക്ഷം രൂപ വരെ പലിശരഹിത ലോണുകൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനായിട്ട് കൊടുക്കുമെന്നുള്ളതാണ്. ഇതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ്? അതായത് എന്തെങ്കിലും സ്കീം വഴിയാണോ?
അല്ലെങ്കിൽ എവിടുന്നെങ്കിലും പൈസ എവിടുന്നാണ് ഇത് കൊടുക്കുന്നത്, ഇതിനുള്ള ഫണ്ട് എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. കേരളത്തിലെ പ്രബുദ്ധരെന്ന് നടിക്കുന്ന കുറച്ചാളുകൾ ഒരുപക്ഷെ UDFന്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടോ അനുയായി ആയതുകൊണ്ടോ ഒരുപക്ഷെ ഇലക്ഷൻ വരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഈ പറഞ്ഞ പൊള്ളയായ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ, റിയാലിറ്റിയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ ഘോര പ്രസംഗിക്കുന്നതും അതുപോലെ തന്നെ പോസ്റ്റർ അടിച്ച് വിതരണം ചെയ്യുന്നതും കാണാനിടയായി. നിങ്ങളുടെ അടുത്ത് തെലങ്കാന പോലെ ആക്കാമെന്നോ കർണാടക പോലെ ആക്കാമെന്നോ ഹിമാചൽ പോലെ ആക്കാമെന്നോ രാജസ്ഥാൻ പോലെ ആക്കാമെന്നോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം കേരളത്തിന്റെ സാമ്പത്തിക ക്ഷേമ സാമൂഹിക സ്ഥിതിയൊന്നും ഇതുപോലെയല്ല. നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പൊള്ളയായ വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കുക, വിവേകപരമായിട്ട് യുക്തിപരമായിട്ട് നിങ്ങളുടെ വോട്ടവകാശം ഉപയോഗിക്കുക.